ഉൽപ്പത്തി പുസ്തകം 32 അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. രാത്രിയിൽ അവൻ എഴുന്നേറ്റു, തൻ്റെ 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യാബോക്ക് കടവ് കടന്നു. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി. തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകുവോളം അവനോട് മല്ലുപിടിച്ചു. അവനെ ജയിക്കുകയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവൻ്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ലു പിടിക്കുകയിൽ യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷസുദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. നിന്റെ പേരെന്തെന്ന് അവൻ അവനോട് ചോദിച്ചതിന്, യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലു പിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേര് ഇനി യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് അവൻ പറഞ്ഞു. ഇതാ ഒരു മനുഷ്യൻ അർദ്ധരാത്രിയിൽ തൻ്റെ ഭാര്യമാരെയും പുത്രന്മാരെയും ഒക്കെ അക്കരയ്ക്ക് നിർത്തിയിട്ട് ആറ്റിന് ഇക്കര വരുന്നു, ആറിന് ഇക്കര വരുന്നു. ആ ആറിനിക്കരെ തൻ്റെ കുടുംബത്തെയൊക്കെ മാറ്റി നിർത്തി താനും ദൈവവും മാത്രമേ ഇപ്പൊ അവിടെ ഉള്ളൂ. ഇപ്പൊ തൻ്റെ അവിടെ കൂടെ വേറെ ആരുമില്ല, ഭാര്യയില്ല, മക്കളില്ല, കുടുംബക്കാരില്ല. ഈ രാത്രിയിൽ താനും ദൈവവും മാത്രം. വാസ്തവത്തിൽ ഇതാണ് പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല. ഞാനും എൻ്റെ ദൈവവും മാത്രമുള്ള സമയം. ഈ സമയങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളവർ കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, യാബോക്കിന്റെ കടവിൽ യാക്കോബ് പ്രാർത്ഥിച്ചു തുടങ്ങി. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നു, അവൻ ദൈവത്തിന്റെ കാലിൽ അവൻ കയറി പിടിച്ചു. നേരം വെളുക്കാറായി, സംഭവം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. സർവശക്തനാകുന്ന ദൈവം, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സർവശക്തൻ, പുഴുവായ യാക്കോബിനെ പഴയ നിയമത്തിൽ അറിയപ്പെടുന്നത് പുഴുവായ യാക്കോബ് എന്നാണ്. സർവശക്തൻ പുഴുവായ യാക്കോബിനോട് പറയുകയാണ്, നീ എന്നെ വിടാൻ, നീ എന്നെ വിടാതെ എനിക്ക് പോകാനൊക്കില്ല. സർവശക്തനായ ദൈവം മനുഷ്യനോട് പറയുകയാണ്, നേരം വെളുക്കുന്ന കുഞ്ഞെ, ആൾക്കാരൊക്കെ വരുന്ന, നാട്ടുകാരൊക്കെ ഈ രംഗം കാണും, ദൈവത്തെ ഒരു മനുഷ്യൻ പിടിച്ചു വെച്ചേക്കുന്നത്. ഇത് ആൾക്കാർ കാണാതിരിക്കാൻ എൻ്റെ കുഞ്ഞെ നീ എന്നെ ഒന്ന് വിട്. അവൻ പറയുന്നു, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഈ സമയത്ത് യാക്കോബിനോട് ദൈവം ചോദിക്കുന്നു, നിന്റെ പേരെന്ത്? അവൻ പറഞ്ഞു യാക്കോബ്. യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം ഉബായി എന്നാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ തട്ടിപ്പുകാരൻ, സൂത്രക്കാരൻ എന്നാണ് അവന്റെ പേര് പറഞ്ഞത്. പക്ഷേ യാബോക്കിന്റെ കടവിൽ ദൈവവുമായിട്ടുള്ള പ്രാർത്ഥനയുടെ ബന്ധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ സർവശക്തനാകുന്ന ദൈവം അവനോട് പറയുന്നു, ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല, ഇനി നിന്റെ പേര് ഇസ്രായേൽ എന്നാണ്. അങ്ങനെങ്കിൽ ഞാൻ പറയാം, എൻ്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ആണ് എൻ്റെ പ്രാർത്ഥനാ മുറി. എൻ്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ഒരു സഭയിൽ നിന്ന് വേറെ സഭയിലോട്ട് പോകുന്നതല്ല. എൻ്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് കുറേയും കൂടെ പണം ഉണ്ടാക്കുന്നതല്ല. എൻ്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് നടക്കുന്നത് ഒരു വ്യക്തിയുമായിട്ടുള്ള, ഈ ഭൂമിയിലെ ഒരു പ്രമാണിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലല്ല. എൻ്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് നടക്കുന്നത് കോടിക്കണക്കിന് രൂപയുള്ള ഒരു മനുഷ്യന്റെ കൂടെ ജോലി ചെയ്യുമ്പോഴല്ല. എൻ്റെ ജീവിതത്തിന്റെ വഴിത്തിരിവ് എൻ്റെ പ്രാർത്ഥനാ മുറിയിലാണ് സംഭവിക്കുന്നത്. ഇനി നിന്റെ പേർ ഇസ്രായേൽ എന്നാണ്. ഒരു മനുഷ്യൻ മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചതിനാൽ അവനൊരു രാജ്യത്തിന്റെ അനുഗ്രഹമായി. യാക്കോബിന്റെ പ്രാർത്ഥന നിമിത്തം എന്താണ് സംഭവിച്ചത്? ഒരു രാജ്യം അനുഗ്രഹിക്കപ്പെട്ടു. ഇസ്രായേൽ എന്നൊരു രാജ്യത്തിന്റെ മേൽ അനുഗ്രഹം വന്നു വീണു. നിങ്ങളിത് കേൾക്കണം, വളരെ ഗൗരവമായി കേൾക്കണം. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്നും വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും എന്നാ കാണുന്നേ? ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം, ഞാൻ യാക്കോബിന്റെ ദൈവം. അതെ, ദൈവം പ്രസംഗകരുടെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം പ്രവാചകന്മാരുടെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം പ്രാർത്ഥിക്കുന്നവന്റെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. ദൈവം പറയുന്നു, ഞാൻ യാക്കോബിന്റെ ദൈവമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കുന്നവന്റെ ദൈവമാണ്.
ദൈവം പണക്കാരന്റെ ദൈവമല്ല, ദൈവം പ്രാർത്ഥിക്കുന്നവന്റെ ദൈവമാണ്. ദൈവം പ്രമാണിമാരുടെ ദൈവമല്ല, ദൈവം പ്രാർത്ഥിക്കുന്നവന്റെ ദൈവമാണ്. നിന്റെ പണവും നിന്റെ പ്രതാപവും നിന്റെ പ്രശസ്തിയും നിന്റെ ആരോഗ്യവും ഒരു ശ്വാസത്തിന് തീരും. പക്ഷേ പ്രാർത്ഥിക്കുന്നവനെ പരാജയപ്പെടുത്താൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്ക് കഴിയില്ല. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇസ്രായേൽ എന്നൊരു രാജ്യം ഈ മനുഷ്യ നിമിത്തം അനുഗ്രഹിക്കപ്പെട്ടു. നോക്കിയേ, എത്രയോ രാജ്യങ്ങൾ ഇസ്രായേൽ എന്ന രാജ്യവുമായി എതിർക്കുന്നു. ഇസ്രായേലിന് ചുറ്റും കിടക്കുന്ന എത്രയോ സ്ഥലങ്ങൾ ഇന്നും അവരോട് യുദ്ധം ചെയ്യുന്നു. ലോകത്തിൽ ജനസംഖ്യ കൂടുതലുള്ള, അല്ലെങ്കിൽ വലിയ സന്നാഹങ്ങളുള്ള, ആൾബലമുള്ള അമേരിക്ക ഉൾപ്പെടെയുള്ള എത്രയോ രാജ്യങ്ങൾ ഇച്ചിരി ഉള്ള ഒരു ചെറിയ രാജ്യമായ ഇസ്രായേലിനെ ആക്രമിച്ചു. പക്ഷെ ഒറ്റ വ്യക്തികൾക്കും ഇസ്രായേലിനെ ഒതുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും ഇസ്രായേൽ എന്നുള്ള രാജ്യത്തെ പല രാജ്യങ്ങൾക്കും പേടിയാണ്. എന്താണ് ഇവനെ ഒതുക്കാൻ പറ്റാത്തത്? പണ്ടൊരുത്തൻ മുട്ടയിലിരുന്നതിന്റെ അനുഗ്രഹമായത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ പിന്നെ എന്താ ഇപ്പൊ ഇവിടെ യുദ്ധം? എന്താ അവർക്ക് സമാധാനം ഇല്ലാത്ത? അത് അവര് തന്നെ മേടിച്ചതാ, അത് അവര് തന്നെ എരന്ന് മേടിച്ചതാ. കാരണം കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് ഇവർ വിളിച്ചു പറഞ്ഞു, ഇവനെ ക്രൂശിക്കുക, ഇവനെ ക്രൂശിക്കുക. ഇസ്രായേൽ ജനം വിളിച്ചു പറഞ്ഞു, ഇവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതിയുടെ മേലും വരട്ടെ, എങ്കിലും ക്രൂശിക്കുക. ആ ഒരു ശാപമാണ് ഇന്ന് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പരാജയപ്പെടാത്തതിന്റെ കാരണം അവർ പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. എന്നാൽ ഇസ്രായേൽ കുത്തിയവനെ കാണുന്ന, രാജാതിരാജാവിനെ കാണുന്ന, സർവശക്തനെ കാണുന്ന ദിവസം വരുന്നു. യാബോക്കിന്റെ കടവിൽ മൽപിടിച്ച് പ്രാർത്ഥിച്ച യാക്കോബ് ഒരു രാജ്യത്തിന്റെ അനുഗ്രഹമായി. അതെ, ദൈവം പ്രാർത്ഥിക്കുന്നവന്റെ ദൈവമാണ്. പ്രാർത്ഥനയ്ക്ക് സമയഭേദമില്ല.